എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ വീഡിയോയിലെ വിഷയം നാലമ്പല ദർശനത്തിനെ കുറിച്ചാണ്. നാലമ്പലത്തിൽ എങ്ങനെ ദർശനം ചെയ്യണം, ഏതാണ് 4 ക്ഷേത്രം, അവിടെ കുടികൊള്ളുന്ന 4 ദേവന്മാർ ആരെല്ലാം, നാലമ്പലത്തിന് പുറമെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാമോ, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നത്. അതായത് നാലമ്പല ദർശനം എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും. ഞാനും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നത് നാലമ്പല ദർശനത്തിനെ കുറിച്ചാണ്. നാലമ്പലം ആദ്യം നമ്മൾ ദർശനം ചെയ്യേണ്ടത് തൃപ്രയാറ് രാമചന്ദ്രനെയാണ്. ശ്രീരാമചന്ദ്രനെ ദർശനം ചെയ്ത് ശക്തിക്കൊത്ത വഴിപാടുകൾ ചെയ്ത് നമ്മൾ നേരെ ഇരിഞ്ഞാലക്കുടയിലുള്ള ശംഖുമേശനായ ഭരതനെ ദർശനം ചെയ്യണം. അവിടെ ഇത്തിരി നിശബ്ദത പാലിക്കുക. കാരണം ചെങ്കോലുമായി രാജ്യം ഭരിക്കുന്ന ആ സങ്കല്പഭാവത്തോടു കൂടിയാണ് അവിടെ ഭരതൻ കുടികൊള്ളുന്നത്. നമ്മൾ പ്രജകൾ രാജാവിൻ്റെ മുന്നിൽ ചെല്ലുന്നത് പോലെ ചെന്ന് ദർശനം ചെയ്ത് പോരുക. പ്രധാന താമരമാലയാണ്. അതേപോലെ തന്നെ ഉദരരോഗത്തിന് നല്ല ഔഷധമാണ് വൈദ്യരിങ്ങ നിവേദ്യം. അതവിടെ ചെല്ലുമ്പോൾ വാങ്ങിക്കാനായി മറക്കരുത്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുതിക്കുളം പോണം. അവിടെയാണ് നമ്മുടെ അവിടെയാണ് നമ്മുടെ ലക്ഷ്മണ പെരുമാൾ ഇരിക്കുന്നത്. അവിടെ പോയി ലക്ഷ്മണ പെരുമാളിനെ വണങ്ങണം. ഉച്ചനേരമൊക്കെ ആയെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അതാനൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് നേരെ പയ്യമ്മൽ ശത്രുഘ്നസ്വാമിയെ ദർശനം ചെയ്യുക. അവിടെ ദർശനം ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് നമ്മൾ തൃപ്രയാർ തന്നെ എത്തേണ്ടതാണ്. തൃപ്രയാർ തന്നെ മടങ്ങിയെത്തി ദർശനം ചെയ്യേണ്ടതാണ്. അതായത് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരമാണ്. മനുഷ്യനായി അവതരിച്ചതാണ് മഹാവിഷ്ണു ശ്രീരാമചന്ദ്രനായി. അപ്പോൾ മഹാവിഷ്ണു പള്ളി കൊള്ളുന്ന പാൽക്കടയിൽ പള്ളി കൊള്ളുന്ന അനന്തനാണ് ആര്? രാമചന്ദ്രനെ വിട്ടുപിരിയാത്ത ലക്ഷ്മണസ്വാമി. ഭരതൻ ഭഗവാന്റെ കയ്യിലെ ശംഖും ശത്രുഘ്നൻ ചക്രുമാണ്. സീതാദേവി മഹാലക്ഷ്മിയാണ്. മഹാവിഷ്ണുവും മനുഷ്യജന്മം ശ്രീരാമനായി അവതരിച്ചപ്പോൾ എല്ലാവരും രാമൻ്റെ കൂടെ തന്നെ ഓരോ അവതാരങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ കർക്കിടക മാസത്തിൽ ഈ 4 ദേവന്മാരെയും 4 ക്ഷേത്രത്തിൽ പോയി ഒരു ദിവസം ദർശനം ചെയ്യുന്നതിനാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ഈ നാലമ്പല ദർശനം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ തൃപ്രയാർ എത്തുമ്പോൾ അവിടെ നമ്മൾ എല്ലാം ഒന്നിച്ച് യോജിപ്പിക്കുകയാണ്. അതായത് പാൽക്കടൽ സങ്കല്പിച്ച് ആ പാൽക്കടൽ അനന്തൻ്റെ മുകളിൽ മഹാവിഷ്ണുവായ ശ്രീരാമചന്ദ്രൻ, പാദത്തിൽ മഹാലക്ഷ്മിയായ സീത, അതേപോലെ ശംഖുചക്രം ഭരതനും ശത്രുഘ്നൻ. ആ പാൽക്കടലിൽ ആ ഭാവം നമ്മൾ കണ്ടു വണങ്ങിയാൽ നാലമ്പലം പൂർത്തീകരിച്ചു. പിന്നെ തൃശ്ശൂർ ജില്ലയിലുള്ള ഈ 4 ക്ഷേത്രങ്ങളാണ് ശരിക്ക് നാലമ്പല ദർശനം. ഇന്ന് പലയിടത്തും നാലമ്പലം എന്ന് പറഞ്ഞ് പലവരും പലയിടത്തേക്കും പോകുന്നതായി കാണാറുണ്ട്. കാലക്രമേണയായി നിലനിൽക്കുന്നത് ഈ തൃശ്ശൂർ ജില്ലയിലെ 4 ക്ഷേത്രങ്ങളാണ്. പിന്നെയൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ നാലമ്പലത്തിൻ്റെ പേരിൽ നാലമ്പല ദർശനം കഴിഞ്ഞിട്ട് പല ക്ഷേത്രങ്ങളിലും പോകുന്നുണ്ട് ചിലവർ. അതൊന്നും
ഉത്തമമല്ല. അത് ക്രമമനുസരിച്ചുള്ള ദർശനമല്ല. 4 അമ്പലം എന്ന് പറഞ്ഞാൽ 4 ക്ഷേത്രം മാത്രം ദർശനം ചെയ്യുന്നതാണ് 4 അമ്പല ദർശനം. മറ്റത് തീർത്ഥാടനം എന്ന് നമുക്ക് പറയാം. അപ്പോൾ 4 അമ്പല ദർശനത്തെക്കുറിച്ച് മക്കൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പോയി ദർശനം ചെയ്തു വരണം കേട്ടോ. അല്ലാതെ നിങ്ങൾ പോകരുത്. 4 അമ്പലം ഒരു ദിവസത്തിൽ 4 ഭഗവാനെ വണങ്ങി കുടുംബത്തേക്ക് എത്തുക. അതാണ് 4 അമ്പല ദർശനം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.